ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഈസി സ്നാക്സ് ആട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ട്രൈ എടുക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഈ ട്രൈൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ, അതായത് ഫുള്ളായിട്ട് കവർ ആകുന്ന പോലെ വേണം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ പിസ്സ സോസോ അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ലൈസ്ഡ് ചീസില്ലേ, അതിതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 4 പീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രൈ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1ഓ 2ഓ വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ബ്രെഡ് നമ്മൾ ആദ്യം വെച്ചപ്പോൾ തന്നെ വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് ബ്രെഡ് കവറാകണം. എന്നിട്ട് ആ ഗ്യാപ്പുള്ള സ്ഥലത്തെല്ലാം കുഞ്ഞു കുഞ്ഞു ബ്രെഡിൻ്റെ സ്ലൈസെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ട്രൈയിൽ 2 ലെയർ ബ്രെഡ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്സ സോസോ ഇതുപോലെ ഫുള്ളായിട്ട് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണിത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഇതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും സ്ക്വയർ ആക്കി കട്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഓണിയൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് ടൊമാറ്റോയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കനോ അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കോ അതുപോലെ തന്നെ കുക്കുംബറോ ഇനി ക്യാരറ്റോ അങ്ങനെ ഏത് വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടിയും ഫുള്ളായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും കവറാകുന്ന പോലെ തന്നെ നമ്മൾ ചീസ് ആഡ് ചെയ്യുക. ചീസ് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം ബ്ലാക്ക് ഒലിവും കൂടിയും റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടിയും ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ഒരിഗാനോയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ അത്ര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓവൻ ഉള്ളവർ ഇതങ്ങനെ തന്നെ ഓവനിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ചൊരു വലിയ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഒരു ട്രൈ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് അടച്ച് വെക്കുക. കറക്റ്റായിട്ട് 20 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ മൂടി വെച്ച് അടക്കുന്ന സമയത്ത് ഒട്ടും ആ ഒരു ആവി പുറത്തേക്ക് പോകാത്ത പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക, ഹൈയിലാക്കി വെക്കരുത്. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഡബിൾ ലെയർ വൈറൽ ബ്രെഡ് പിസ്സ റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ FBയിലും ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായി നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു പിസ്സ റെസിപ്പി. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും നമ്മുടെ പിസ്സ കറക്റ്റായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെല്ലെ എടുത്തിട്ട് നമുക്ക് ഈ ട്രൈയിൽ നിന്ന് വേറൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്സ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം പിസ്സ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് പിസ്സ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സെയിം ടേസ്റ്റും അതുപോലെ തന്നെ സെയിം ഫ്ലേവറും ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.